നമസ്കാരം. കാത്തുകാത്തിരുന്ന നമ്മുടെ മിയക്കുട്ടിയെ സ്വീകരിക്കുവാൻ കരയിൽ മാത്രമായിരിക്കില്ല ആവേശം, കടലിലും വലിയ തിരയിളക്കമാണ്. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഞാൻ ഈ പ്രസന്റേഷന് മുമ്പ് നമ്മുടെ കടൽ പരതി നോക്കി. നമ്മുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്, അല്ല നേരിട്ട് പോയി നോക്കാനൊന്നും പറ്റില്ലല്ലോ. അത്ഭുതപ്പെടുത്തി. 7 കപ്പലാണ് പുറംകടലിൽ കിടക്കുന്നത്. നമ്മുടെ ബർത്തിൽ 2, അങ്ങനെ 9 കപ്പലുകൾ നമ്മുടെ പോർട്ടിലുണ്ട്, പോർട്ടിന്റെ പരിസരത്തുണ്ട്. ഇന്ന് മിയക്കുട്ടി വൈകുന്നേരം 6 മണിക്ക് മനോഹരമായ ഒരു സന്ധ്യമയങ്ങും നേരം കേട്ടിട്ടില്ലേ? മനോഹരമായ ഒരു കാഴ്ച. പരമാവധി പേർ അത് ആസ്വദിക്കാൻ എത്തണം. തുറമുഖത്തോ പരിസരത്തോ എവിടെയാണ് അവർ ഓരോരുത്തരുടെയും സൗകര്യം. ദൂരെ നഗരത്തിലെ ഏതെങ്കിലും ഫ്ളാറ്റിന്റെ മുകളിൽ ഇരുന്നാൽ പോലും മിയക്കുട്ടി വരുന്നത് കാണാൻ പറ്റും. എന്റെ ഒരു സുഹൃത്ത് ശ്രീ നന്ദു, പ്രശസ്ത നടനാണല്ലോ നന്ദു, അറിയാമല്ലോ. നന്ദു എനിക്ക് നഗരത്തിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ഇരുന്നുകൊണ്ട് ചില കപ്പലുകളുടെ ചിത്രങ്ങൾ എനിക്ക് അയച്ചു തന്നു. അത്ര ദൂരെ നിന്ന് പോലും നമുക്ക് നമ്മുടെ പുറംകടലിൽ കിടക്കുന്ന കപ്പലുകളെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നഗരത്തിലിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഏറ്റവും ഹൈറൈസിൽ കയറി നിന്നാലും മിയക്കുട്ടിയുടെ വരവ് ആസ്വദിക്കാം. ഏകദേശം വൈകുന്നേരം 6 മണിയാകുമ്പോൾ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടായിരിക്കും വരവ്. എന്തായാലും 7 കപ്പലുകൾ ദന്ത്യ എഫ് കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ദന്ത്യ എഫ്, മഗത്തോ സെക്കൻഡ്, ഖൈമിയ സെക്കൻഡ്, മിലാത്രി, സബ്രീന 3, ഥൈസ്, സാൽവ 7 പേർ ആങ്കറേജിലുണ്ട്. വിൻഡ് 2 ലോറൻസ് എന്ന് പറയുന്ന 2 വെസലുകൾ നമ്മുടെ ബർത്തിലുണ്ട്. അങ്ങനെ ഒരേ സമയത്ത് 9 കപ്പലുകൾ നമ്മുടെ ബർത്തിലുണ്ട്. മിയക്കുട്ടിയെ സ്വീകരിക്കുവാൻ വേണ്ടി MSC തന്നെയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു അരങ്ങ് ഒരുക്കി നിർത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ശുഭകരമായ ഒരു കാഴ്ചയാണ് നമുക്ക്. മിയ ജെയ്റ്റ് സർവീസിലെ ആദ്യത്തെ കപ്പൽ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വളരെ ദൃശ്യ വിരുന്നായിരിക്കും. ഫെബ്രുവരി മാസത്തെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു 3 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് റെക്കോർഡ് ഒന്നുകൂടി ഭേദിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ 3-ാം തീയതിയിലെ കണക്ക്, ഇപ്പൊ 3-ാം തീയതി എന്ന് പറയുമ്പോൾ 1, 2, 3, 28, 3, 31 ജനുവരി മാസത്തെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 48 കപ്പലുകളാണ് ഇതിനകം വന്നത്. 3 ദിവസം കൊണ്ട് 7 കപ്പലുകൾ, ഫെബ്രുവരിയിൽ 41, അപ്പൊ 48 കപ്പലുകൾ. ജനുവരി മാസത്തിൽ 43 ആയിരുന്നു. 43-നേക്കാൾ 5 കപ്പലുകൾ. ഒരു സാങ്കേതികമായി ഞാൻ പറയുന്നതാണ്, സത്യമല്ല. സത്യം ഫെബ്രുവരി 28-ൽ 41 കപ്പലുകളാണ്. പക്ഷെ 31 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 48 കപ്പലുകൾ വരുമായിരുന്നു എന്ന് പറയുന്ന ഒരു ആലങ്കാരികമായ ഉപമയാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. മാർച്ച് മാസത്തിലെ കണക്കിൽ തന്നെയാണ് അത് വരേണ്ടത്. അതേ സമയത്ത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ പോർട്ടിന്റെ പെർഫോമൻസ് തെക്കേ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എത്തിയെന്നാണ്. ചെന്നൈയെ പോലും പിന്നിലാക്കി 1-ാം സ്ഥാനത്ത് എത്തി എന്നുള്ള കണക്കാണ് അദ്ദേഹം പുറത്തുവിട്ടത്. 78,833 കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്തു എന്നാണ്. ഇപ്പൊ തൊട്ടടുത്ത പോർട്ടുകളുണ്ട്. ചെന്നൈ PSA സിംഗപ്പൂറുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പോർട്ട് 70,344 ആണ്. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ 21 പോർട്ടുകളിൽ 1-ാം സ്ഥാനത്താണ് നമ്മുടെ തുറമുഖം ട്രിവാൻഡ്രം പോർട്ട്. 21 ഇന്ത്യയിലെ 21 പോർട്ടുകൾ, കിഴക്കും തെക്കും വടക്ക് ചില പോർട്ടുകൾ, എന്റെ എല്ലാ ലിസ്റ്റുണ്ട്. അവയിൽ 21 പോർട്ടുകളിൽ നമ്മുടെ പോർട്ട് 1-ാം സ്ഥാനം. അപ്പോ തെക്കേ ഇന്ത്യയിൽ മാത്രമല്ല, കിഴക്കേ ഇന്ത്യയിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലുമുണ്ട്. അതിന്റെ ലിസ്റ്റ് വളരെ വലുതാണ്. ഞാൻ അതൊന്നും വായിക്കുന്നില്ല, അത് എഴുതി കാണിക്കാൻ ശ്രമിക്കാം. അപ്പോ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ആവേശത്തിലായിരിക്കും.
പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ട്രിവാൻഡ്രം പോർട്ട് ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ട് താരതമ്യം ചെയ്യാനുള്ളതല്ല എന്നുള്ളതല്ലായിരുന്നു വിമാക്കിന്റെ നിലപാട്. നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സിംഗപ്പൂരുമായിട്ടാണ്, ഷാങ്ഹായുമായിട്ടാണ്, കൊളംബോയുമായിട്ടാണ്, ഈവൻ ദുബായുമായിട്ടാണ്. അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്നില്ല. നമ്മളിപ്പോ തെക്കേ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തായി, കിഴക്കും തെക്കിലും ചേർന്ന് 1-ാം സ്ഥാനത്തായി എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലസൻസി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ട പോർട്ടിന്റെ അവസ്ഥ ഫെബ്രുവരിയിലെ കണക്ക് കിട്ടിയില്ല, എനിക്ക് ജനുവരിയിലെ കണക്ക് കിട്ടി. ഫെബ്രുവരിയിലും അല്പം കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഓവറോൾ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ഇൻ ഫെബ്രുവരി ഷോഡ് എ ഇയർ-ഓൺ-ഇയർ ഡിക്രീസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. കൊളംബോയിലെ കഥയാണ് പറയുന്നത്. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ അവരുടെ പെർഫോമൻസ് അല്പം മോശമായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ കൊളംബോയിൽ കണ്ടെയ്നർ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഒരു ഘടകം നമ്മൾ തന്നെയായിരിക്കും. ട്രാൻസ്ഷിപ്മെന്റ് വോളിയംസ് വിച്ച് ടിപ്പിക്കലി അക്കൗണ്ട് ഫോർ 90% ഓഫ് ദ പോർട്ട്സ്. അടിയുടെ സിമ്പൽ കൊളംബോയുടെ 90% ട്രാൻസ്ഷിപ്മെന്റ് ആണ്. അവരിത്രയും നാളും നമ്മളെയൊക്കെ അവരെ മിടുക്കരെന്നേ ഞാൻ പറയുള്ളൂ. ഊറ്റിപ്പിഴിഞ്ഞെന്നുള്ള വാക്കൊന്നും ഞാൻ അവരെ കുറിച്ച് പറയില്ല. കാര്യം നമ്മുടെ കഴിവില്ലായ്മ അവർ ഉപയോഗപ്പെടുത്തി. നമ്മുടേതുൾപ്പെടെ ബംഗ്ലാദേശ്, ബർമ തുടങ്ങിയ രാജ്യങ്ങളുടേതുൾപ്പെടെ, ഈവൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ട്രാൻസ്ഷിപ്മെന്റ് കൊളംബോ കൈകാര്യം ചെയ്തു. അപ്പോൾ അവർ ഹാൻഡിൽ ചെയ്തതിന്റെ 90% ട്രാൻസ്ഷിപ്മെന്റ് ആയിരുന്നു. ഓഫ് ദ പോർട്സ് ടോട്ടൽ കണ്ടെയ്നർ ത്രൂപുട്ട് ഡിക്ലൈൻ ബൈ 6.5% ഇയർ-ഓൺ-ഇയർ ടു 5,25,768. ആ കണക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 5,25,768 ജനുവരി മാസത്തിൽ മാത്രം കൊളംബോ കൈകാര്യം ചെയ്ത കണ്ടെയ്നറാണ്. നമുക്കിവിടെ 78,833 വന്നപ്പോൾ തന്നെ നമുക്കിവിടെ ആഘോഷം തുടങ്ങി. അന്തരം എത്രയാണെന്ന് നോക്കുക. 5,20,000 ഒരു മാസത്തെയാണ് കൊളംബോ, ഒരു മാസം 5,25,768. നമ്മൾ ജനുവരി മാസത്തിൽ 85,637. നമ്മുടെ പോർട്ട് ജനുവരി മാസത്തിൽ 85,637. കൊളംബോയുടെയും 5,20,000 ജനുവരിയിലെയാണ്. The port of Colombo handled a total of 6,57,728 TEUs in Jan 2025, marking a 4.8% year-on-year decline compared to the same period last year. മൊത്തത്തിൽ അവർ ചെയ്തതിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജനുവരി മാസത്തിൽ 4.8%. ഈ സമയത്ത് ഒരു ചെറിയ ക്യൂസ് വളരെ ലൈവായിട്ട് തന്നെ നടത്താൻ ശ്രമിക്കുകയാണ്. അവർ രണ്ട് കാര്യം പറയുന്നുണ്ട്. ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ 5,25,768 കണ്ടെയ്നറുകളാണ് അവർ ജനുവരിയിൽ ഹാൻഡിൽ ചെയ്തത്. ദ പോർട്ട് ഓഫ് കൊളംബോ ഹാൻഡിൽ എ ടോട്ടൽ ഓഫ് 6,57,728. എന്താണ് ഈ രണ്ട് ഫിഗർ? എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ പ്രേക്ഷകർക്ക്? പ്രൊഫഷണൽസിന് ഇത് വളരെ പെട്ടെന്ന് കത്തും. ഞാൻ നാളത്തേക്കും മറ്റന്നാളത്തേക്കും വയ്ക്കുന്നില്ല. ആദ്യത്തെ കണക്ക് അവർ ട്രാൻസ്ഷിപ്മെന്റ് ചെയ്തതാണ്, അവരുടെ സ്വന്തം കാർഗോയല്ല. 5,25,768 മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് ട്രാൻസ്ഷിപ്പ് ചെയ്തതാണെങ്കിൽ അവരുടെ ഓൺ കാർഗോ ഉൾപ്പെടെ 6,57,728. അപ്പൊ എത്രയാണ്? നമുക്ക് 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒക്കെയുള്ള വിദ്യാർത്ഥികളാവാം. 6,57,728 മൈനസ് 5,25,768 സമം 1,31,960. അതാണ് കൊളംബോയുടെ ആകെ കയറ്റിറക്കുമതി. കൊളംബോയ്ക്ക് സ്വന്തമായിട്ടുള്ളത് അത്രയാണ്, 1,31,960. ബാക്കി മുഴുവൻ ഈ പറയുന്ന 6,57,000 എന്ന് പറയുന്നത് ട്രാൻസ്ഷിപ്മെന്റ് അടക്കമുള്ളതാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് കണക്ക് വ്യത്യസ്തമായിട്ട് അവർ അവതരിപ്പിക്കും. നമ്മുടെ പോർട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, റെസ്റ്റോ, ട്രാൻസ്ഷിപ്മെന്റ്. ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നത്. കൊളംബോ അവതരിപ്പിച്ചിരിക്കുന്ന കണക്കിൽ നിന്ന് വളരെ വ്യക്തമായി അവർ മറ്റ് രാജ്യങ്ങളെ, നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് അവരുടെ പോർട്ടുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കണക്കിതിലൂടെ വ്യക്തമാകുന്നു. നമ്മുടെ ട്രിവാൻഡ്രം ഇന്ത്യൻ കുട്ടികളും ഈ നാട്ടിലെ മറ്റു ജനങ്ങളും വിചാരിച്ചപ്പോൾ ഒരു വിഷയം സജീവമാക്കാൻ കഴിഞ്ഞു. പേരുമാറ്റം വളരെ അടിയന്തിരമാണ്. ശ്രീ ബിജു പ്രഭാകർ അറിയാമല്ലോ, ട്രിവാൻഡ്രം കളക്ടറായിരുന്നു, KSRTCയുടെ MD ആയി, PWDയുടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട്, ഈ പേരുമാറ്റത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കേൾക്കാം.
വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഏതാണ്ട് 98% സ്ഥലം അക്വയർ ചെയ്തത് ഞാനാണ്. ഞാൻ കളക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ ഏതാണ്ട് 2 ഏക്കർ സ്ഥലം മാത്രമാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ ഒരു ഫാക്ടറി മറ്റും നിർമ്മിക്കാനുള്ള സ്ഥലം മാത്രമായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്ന് മാത്രമല്ല, നല്ലൊരു പാക്കേജ് അതിനകത്ത് ഉണ്ടാക്കി എല്ലാവർക്കും സ്വീകാര്യമായിട്ട്, എൻ്റെ മാത്രം ശ്രമമല്ല, താഴത്തുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളുണ്ടായിരുന്നു, MLA മാരുണ്ടായിരുന്നു. അതിനകത്തൊരു നിർണായക പങ്ക് വഹിച്ച ഒരാളെന്നുള്ള നിലയിൽ അവസാനം റിസോർട്ട് ഇരിക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഞാൻ അക്വയർ ചെയ്ത് അതിനകത്ത് കോമ്പൻസേഷനൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടാണ് പോകുന്നത്. അന്ന് തന്നെ ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. വിഴിഞ്ഞം നല്ലൊരു സ്ഥലം തന്നെയാണ്, പക്ഷെ വിഴിഞ്ഞം എന്ന് പറയാനായിട്ട് നമുക്കൊരു നമുക്ക് ഉള്ള ഒരു ഈസിനെസ് ഒന്നും മറ്റുള്ളവർക്കുണ്ടാവില്ല. തമിഴ്നാട്ടുകാർക്ക് പോലും വിഴിഞ്ഞമെന്ന് നേരെ ചൊവ്വേ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം, കോഴിക്കോടിനാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പറയുന്നത്. അപ്പം നമുക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഭാഗമായിട്ടുള്ളതും, ആ തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം ആയിട്ട് നിൽക്കുമ്പോഴും ഒരു പ്രാദേശികവാദം ആരും ഉന്നയിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തിരുവനന്തപുരം എന്നോ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ പോർട്ടെന്നോ എന്നുള്ള നിലയിലൊരു ക്യാമ്പയിൻ ഉണ്ടാകണമെന്ന് 2015 തന്നെ ഈ ലാൻഡ് അക്വിസിഷൻ സമയത്ത് തന്നെ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയുടെ അടുത്തും പറഞ്ഞിട്ടുള്ളതാണ്, റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു ക്യാമ്പയിൻ വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അഭിമാനമാകുന്നത് ഒരു പ്രാദേശികവാദമായിട്ട് ഉന്നയിച്ച് ആരെങ്കിലും അതിനെതിരായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലാവരും, തിരുവനന്തപുരം ജില്ലയിലുള്ളവർ മാത്രമല്ല കേരളത്തിലുള്ളവർ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ പോർട്ട് എന്നുള്ള പേരിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ബിജു പ്രഭാകർ IAS-ഉം ട്രിവാൻഡ്രം ഇന്ത്യനിലെ കുട്ടികളും സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരും എല്ലാവരും ഒരു പുതിയ പേരിലാണ് ഇനി മുതൽ അറിയപ്പെടേണ്ടത്. മെമ്പേഴ്സ് ഓഫ് പബ്ലിക് MP. മെമ്പേഴ്സ് ഓഫ് പബ്ലിക്. നമ്മുടെ MP നമ്മൾ മാത്രമാണ്. നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. ഈ നാട്ടിലെ വികസനം എന്തായിരിക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം. ഞാനിപ്പോൾ പേരുമാറ്റത്തിന് വേണ്ടി ഇന്ന് 5ാമത്തെ ഇമെയിലാണ് മുഖ്യമന്ത്രിക്ക് അയച്ചത്. എല്ലാ ദിവസവും ഞാൻ അയക്കാൻ തീരുമാനിച്ചു. പേര് മാറ്റുന്നത് വരെ അദ്ദേഹത്തിന് ഒരു മെയിൽ അയക്കുക. ഞാൻ പ്രധാനമന്ത്രിക്ക് ഏകദേശം 600 ദിവസം തുടർച്ചയായിട്ട് മറ്റൊരു സബ്ജക്റ്റിൽ എല്ലാ ദിവസവും രാവിലെ ഒരു മെയിൽ അയക്കും. പ്രധാനമന്ത്രിക്ക് അയക്കും. ഇത് മുഖ്യമന്ത്രിക്ക് അയച്ചു തുടങ്ങിയിട്ട് 5 ദിവസമായി. പേരുമാറ്റം യാഥാർത്ഥ്യമാകുന്നത് വരെ അത് തുടരും. അതുപോലെ നമ്മുടെ തലസ്ഥാനത്തിന്റെ അജണ്ടകൾ നമുക്ക് തന്നെ ഏറ്റെടുക്കാം, നമുക്ക് തന്നെ നടപ്പിലാക്കാം. നമ്മൾ ഓരോരുത്തരും മെമ്പേഴ്സ് ഓഫ് ദി പബ്ലിക്കാണ്. ഇന്നു മുതൽ നമ്മൾ നമ്മുടെ MP മാരാണ്. സൈനിങ് ഓഫ് എലിയസ്.